നമസ്കാരം. ലേൺവൈസിന്റെ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മലയാളം ഐച്ഛികമായിട്ട് എടുത്തവർക്കുള്ള ക്ലാസ് ആണ്. മലയാള കവിത ആധുനികം എന്ന് പറഞ്ഞ പേപ്പറിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ദൈവദശകം. ദൈവദശകം എഴുതിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. ആരായിരുന്നു ശ്രീനാരായണ ഗുരു? എന്റെ ചോദ്യമാണ് അല്ലെ. നിങ്ങളിൽ പലരും സ്കൂൾ ടൈമിലൊക്കെ ശ്രീനാരായണ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവരൊക്കെ കാണും. അപ്പൊ ആ പഠിച്ചു കേട്ട ആ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനായിട്ട് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ആരെ കുറിച്ച് പറയണം? നമ്മൾ എഴുത്തുകാരനെ കുറിച്ച് എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. ശ്രീനാരായണ ഗുരുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ 1855 അദ്ദേഹം ചെമ്പഴന്തിയിലാണ് ജനിക്കുന്നത്. അപ്പൊ ചെമ്പഴന്തി എന്ന പേരൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കേട്ട് പരിചയമുള്ളതായിരിക്കും. എന്താണ് ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്? എങ്ങനെ കാണുന്നു? എന്താണെന്നല്ല, എങ്ങനെ കാണുന്നു? നിങ്ങൾക്കറിയാം ശ്രീനാരായണ ഗുരു ആരായിരുന്നു? ഒരു നവോത്ഥാന നായകനായിരുന്നു. അതായത് ആത്മീയാചാര്യൻ, സന്യാസി എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താണ്, ദൈവമായി പോലും ആളുകൾ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീനാരായണ ഗുരു അല്ലെ. അപ്പോ സാഹിത്യ വിദ്യാർത്ഥിയായ നമ്മൾ എന്തിന് ശ്രീനാരായണ ഗുരുവിനെ പഠിക്കുന്നു? ഒരു ചോദ്യമല്ലേ അത്. ശ്രീനാരായണ ഗുരുവിനെ അറിയപ്പെടുന്നത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ്. അപ്പോ ആ നവോത്ഥാനത്തിന്റെ പിതാവ് തന്നെയാണ് നവോത്ഥാന സാഹിത്യത്തിന്റെ വക്താവായിട്ട് മാറുന്നത്. അതെങ്ങനെയാണ്? നമ്മൾക്കറിയാം ശ്രീനാരായണ ഗുരുവിന്റെ കാലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തില് സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്ങനെയുള്ള പ്രശ്നങ്ങള്? ജാതീയമായ പ്രശ്നങ്ങള്, മതപരമായ പ്രശ്നങ്ങൾ, ആൾക്കാർ തമ്മിലുള്ള അയിത്തം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇങ്ങനെയുള്ള സാമൂഹിക അനാചാരങ്ങളൊക്കെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആര് കടന്നു വരുന്നത്? ശ്രീനാരായണ ഗുരു കടന്നു വരുന്നത്. എന്നാൽ കേവലം ഒരു നവോത്ഥാന നായകൻ എന്നതിലുപരി അദ്ദേഹത്തിന്റെ കൃതികൾ എന്താണ്? നമ്മുടെ സാഹിത്യത്തെ തന്നെ മാറ്റിമറിക്കാൻ പോന്നവയായിരുന്നു. എങ്ങനെ മാറ്റിമറിക്കാൻ പോന്നവയായിരുന്നു? ആത്മീയ ആചാര്യനാണെങ്കിൽ പോലും അദ്ദേഹം മികച്ച ഒരു എഴുത്തുകാരനാണ്. ആത്മീയ ആചാര്യനാണ്, സന്യാസിയാണ്, അതൊക്കെ ശരി തന്നെ. എന്തും കൂടിയാണ് അദ്ദേഹം മികച്ചൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യ കൃതികളെല്ലാം എന്താണ്? ആഴമുള്ളതാണ്. ആഴമുള്ളതെന്ന് വെച്ചാൽ കിണർ പോലെ കുഴിച്ചു പോകാൻ പറ്റുന്ന എന്നൊന്നും അല്ല. ആ ഒരു ഡെപ്ത് ഉള്ളത്. ഒരു വ്യക്തിയെ കാണുമ്പോൾ എന്താണ്, എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചേക്കുന്നെന്ന് പറയത്തില്ലേ, അതേ കണക്ക് തന്നെ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ആ ഒരു, അങ്ങനെ മീനിങ് ഒന്നും എടുക്കണ്ട. മീൻസ് സാഹിത്യപരമായിട്ട് ഒരുപാട് ആശയതലങ്ങൾ ചർച്ച ചെയ്യുന്നതായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ഗജേന്ദ്രമോക്ഷമാണ്. ഗജേന്ദ്രമോക്ഷം എന്ന് PSC പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗജേന്ദ്രമോക്ഷം കൃതി, അത് ഗജേന്ദ്രമോക്ഷം കൃതി എന്ന് വെറുതെ ചോദിക്കത്തില്ല. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയത് ആരാണ്? അപ്പൊ വഞ്ചിപ്പാട്ടൊക്കെ ആരായിരിക്കും എഴുതിയത്? ശ്രീനാരായണ ഗുരു ഒരു ഓപ്ഷൻ കാണും. കുട്ടികളൊക്കെ സ്വാഭാവികമായിട്ടും തെറ്റിക്കുകയും ചെയ്യും. പക്ഷെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് എന്ത്? ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. കൂടാതെ കാളി നാടകം, ദൈവദശകം, പിന്നീട് ആത്മോപദേശ ശതകം, കുണ്ടലിനി പാട്ട്, ജാതി നിർണയം ഇമ്പോർട്ടന്റ് കൃതിയാണ് കേട്ടോ, ദർശനമാല, അങ്ങനെ നിരവധി കൃതികള് ആരെഴുതിയിട്ടുണ്ട്? ശ്രീനാരായണ ഗുരു എഴുതിയിട്ടുണ്ട്. അപ്പോ സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് ഇതിനൊക്കെ എവിടുന്നായിരുന്നു സമയം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ എന്താണ്, അദ്ദേഹം സാമൂഹിക നവോത്ഥാനത്തിലുപരി മികച്ച ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം കുട്ടികളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ സാഹിത്യകാരനായ G. ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിനെ വിളിച്ചിരുന്നത് ഒരു പേരുണ്ട്. അദ്ദേഹം ക്ഷമിക്കണം, സാഹിത്യകാരനായ G. ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് രണ്ടാം ബുദ്ധൻ എന്നായിരുന്നു. ബുദ്ധന്റെ സവിശേഷത അറിയാം. എന്താണ്? അദ്ദേഹത്തെ സ്വന്തം രാജ്യവും ജനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പാതയിലൂടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ബുദ്ധൻ എന്ന് പറയുന്നത്. അപ്പോ രണ്ടാം ബുദ്ധനായിട്ട് G. ശങ്കരക്കുറുപ്പ് കാണുന്നത് ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ്. അതെന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം വരുമ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. G. ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച ശ്രീനാരായണ ഗുരു എഴുതിയ ദൈവദശകമാണ് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളതെന്ന് നിങ്ങൾക്കൊരു ഉത്തരം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കേരളീയ നവോത്ഥാനത്തിന്റെ വക്താവ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും കേരളീയ നവോത്ഥാന കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് ഏതൊരു ചെറിയ കുട്ടിക്ക് മോഹിക്കാൻ പറ്റും. അപ്പോ എന്തുകൊണ്ടാണ് ആ ഒരു കാലഘട്ടം ഇത്രയേറെ നമ്മൾ ചർച്ച ചെയ്യുന്നത്? നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്?
അന്നത്തെ ജാതി മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ദൈവാരാധനയ്ക്കുള്ള പ്രശ്നങ്ങള്, താഴ്ന്ന ജാതിയിലുള്ളവർക്ക് അമ്പലങ്ങളിൽ പ്രവേശനമില്ലായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള സാമൂഹിക അനാചാരങ്ങൾ, ഉച്ചനീചത്വങ്ങള് നമ്മുടെ ചുറ്റിലും നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഇതിനെല്ലാം എതിരെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന, എല്ലാവരെയും മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെ ആശയങ്ങള്? മാനവികത, സാഹോദര്യം, തുല്യത. ഇതെല്ലാം അദ്ദേഹത്തിന്റെ കൃതികളിലും അദ്ദേഹത്തിന്റെ വചനങ്ങളിലൂടെ മുന്നോട്ട് വെച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അങ്ങനെയുള്ള പല വചനങ്ങളിലൂടെ താൻ മുന്നോട്ട് വെക്കുന്ന ആശയം മാനവികതയാണ്, ഹ്യൂമാനിറ്റിയാണ്. ഒരിക്കലും ഇന്ന മതമാണ്, ഇന്ന മതമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ന മറ്റ മതമാണ്, അങ്ങനൊന്നും ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മനുഷ്യൻ എന്ന ഒരു മതവും ജാതിയും മാത്രമേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞു മുന്നോട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു സാമൂഹ്യ നവോത്ഥാന നായകൻ, നേതാവായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മാനവികതയിലും സാഹോദര്യത്തിലും തുല്യതയിലും ആധാരമാക്കിയുള്ള ആശയങ്ങളാണ് ആര് മുന്നോട്ട് വെച്ചത്? ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചത്. ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക അല്ലെങ്കിൽ വായിക്കുക. അപ്പൊ ഈ ഒരു പാഠത്തിൽ പ്രധാനപ്പെട്ട കീവേഡ്സ് നോക്കിക്കേ. കേരളീയ നവോത്ഥാനം, മലയാള സാഹിത്യത്തില് ദൈവം, സത്യം, ജ്ഞാനം, മതാതീതമായ ആത്മീയത. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഒരു ആശയങ്ങള്, വാക്കുകളാണ് നിങ്ങൾ ഈ ഒരു പാഠവുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ദൈവദശകം എന്ന കൃതിയുടെ ഒരു പ്രത്യേകത, ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ എപ്പോഴും ദൈവം ഒരു പാർട്ടായിരുന്നു, ഒരു ഭാഗമായിരുന്നു. അപ്പൊ ദൈവം എന്ന പൊരുൾ ഒരിക്കലും ഹിന്ദു ദൈവത്തെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ദൈവത്തെയോ മുസ്ലിം ദൈവത്തെയോ സിഖ് ദൈവത്തെയോ ഒന്നുമല്ല അദ്ദേഹം ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു ആ ദൈവത്തെ നിങ്ങളിൽ കാണാം. നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുന്നവർ പല ജാതിയിലും മതത്തിലും വിശ്വസിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ വിശ്വസിക്കാത്തവരായിരിക്കും. വിശ്വസിക്കാത്തവർ ഒരു ക്രിയേറ്റർ ഉണ്ട് എന്നെങ്കിലും, അല്ലെങ്കിൽ എന്തിൽ നിന്നൊരു തുടങ്ങിയെന്ന് എന്തിൽ നിന്നെങ്കിലും ഒരു ലോകം തുടങ്ങി കാണുമല്ലോ. ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോ ദൈവത്തിൽ വിശ്വസിക്കുന്നവരോ വിശ്വസിക്കാത്തവരോ ആയിക്കോട്ടെ, ശ്രീനാരായണ ഗുരുവിന് ആ ഒരു ദൈവം എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ദൈവത്തെ, ആ ദൈവം എന്ന പൊരുളിനെ അടിസ്ഥാനമാക്കിയുള്ള 10 ശ്ലോകങ്ങൾ, 10 ശ്ലോകങ്ങളാണ് ദൈവ ദശകം. ശതം എന്ന് പറയുമ്പോൾ 10 ആണ്. അപ്പോ 10 ശ്ലോകങ്ങളേ ഉള്ളൂ. ദൈവം എന്ന പൊരുളിനെ അടിസ്ഥാനമാക്കിയുള്ള 10 ശ്ലോകങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മളിനി ശ്ലോകങ്ങളിലോട്ട് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ സ്കൂളുകളിലൊക്കെ, SM സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കവിതകള് അല്ലെങ്കിൽ പാട്ട് നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടായിരിക്കും. ഞാനൊന്ന് പാടാൻ ശ്രമിക്കാം. ഇനി അഥവാ നിങ്ങൾക്കത് ബോറായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫീഡ്ബാക്ക് കൊടുത്താൽ മതി. ഞാൻ ഇനി അതിന് മുതിരത്തില്ല. മീൻസ് ഇതിന്റെ ട്യൂണ് നമ്മൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാവുന്നതാണ്. അപ്പോ ഞാൻ ട്രൈ ചെയ്യാം. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോരാവി വന്തോണി, നിൻ പദം. ബോറായെങ്കിൽ ഞാനിത് ഇനി മുതിരത്തില്ല. നിങ്ങൾ ഫീഡ്ബാക്ക് കൊടുത്താൽ മതിയേ. കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഉപമകൾ കാണും. ഇന്നതിന് ഇന്നതോട് ഉപമിക്കും. അപ്പൊ അതിനകത്തുള്ള ഉപമകളൊക്കെ നമുക്ക് ഈ വരികളിൽ കാണാം. അദ്ദേഹം ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ജീവിതം ഒരു സാഗരമാണ്. സാഗരം എന്ന് പറയുമ്പോൾ സാഗരം അറിയാലോ, കടലാണ്. അപ്പൊ ആ കടലിൽ നീയാണ് ഞങ്ങളുടെ കപ്പിത്താൻ. മറ്റേ നമ്മുടെ ഫെമിനിസ്റ്റ് പാർട്ടിയിൽ പറയുമ്പോൾ നമുക്കൊരു കപ്പിത്താനേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന കണക്ക് നമ്മുടെ ജീവിതമാകുന്ന സാഗരത്തിലെ കപ്പിത്താനാണ് ആര് എന്ന് പറയുന്നത്? ദൈവം എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു കപ്പൽ അറിയാലോ, ആവിക്കപ്പലില് നീയാണ് ഞങ്ങളുടെ കപ്പിത്താൻ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് എന്ത് മാത്രമേ ആശ്രയമുള്ളൂ? നിൻ പദം, നിന്റെ വാക്ക് അല്ലെങ്കിൽ നിന്റെ പാദം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആശ്രയം എന്ന് പറയുന്നത്. അപ്പോ വിഷമിക്കുന്നവര്, സങ്കടപ്പെടുന്നവര്, ആരും ആശ്രയമില്ലാത്ത ആൾക്കാര്, ഇവർക്കെല്ലാം ആര് മാത്രമേ സംരക്ഷകനായിട്ടുള്ളൂ? ദൈവം മാത്രമേ സംരക്ഷകനായിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഒരു പ്രാർത്ഥനയാണ്. ആരോടുള്ള പ്രാർത്ഥന?
നമ്മൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു ആ ദൈവത്തിനോടുള്ള പ്രാർത്ഥനയാണ്. അപ്പോ എന്താണ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജീവിതം സാഗരമാണെന്ന്. അപ്പോ ഈ സാഗരം എന്ന് പറയുമ്പോൾ എപ്പോഴും ശാന്തമായിട്ട് ഇരിക്കുമോ സാഗരം? അതിലെ ചുഴലിക്കാറ്റുകള്, സുനാമി, വലിയ തിരമാലകളൊക്കെ പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കടലിന്. കടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്, ആ ജീവിതമാകുന്ന സാഗരത്തില് കപ്പിത്താനായിട്ട് നീ ഉണ്ടെങ്കിൽ എന്താണ്, നിന്റെ വാക്കുകള്, നിന്റെ പദങ്ങള് മാത്രമാണ് എന്ത്, നമ്മൾക്ക് ആശ്രയമായിട്ടുള്ളത്. നമ്മുടെ രക്ഷാകവചം ആരാണ്? ദൈവമാണെന്ന് ഗുരു പറയുന്നു. ഇത് ആദ്യത്തെ ശ്ലോകമാണ്. രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ഞാൻ ഇനി എന്തായാലും പാടുന്നില്ല, ഞാൻ വായിക്കാം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നില സ്പന്ദമാകണം. നോക്ക്, അദ്ദേഹം ഓരോ വാക്കിന്റെ അർത്ഥങ്ങൾ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. തൊട്ടെത്തുന്ന പൊരുൾ എന്താണ്? ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും കണ്ണ് മാത്രമല്ല, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും വരും. നമുക്ക് എത്ര ഇന്ദ്രിയങ്ങൾ ഉണ്ടെന്ന് അറിയാവോ? 5 ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, ത്വക്ക്, വായ്. കണ്ണ്, മൂക്ക് മീൻസ് സ്മെല്ല്, രുചിയുണ്ട്, സ്പർശനമുണ്ട്, വായു ഇതുണ്ട്. അപ്പൊ അങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. 5 ഇന്ദ്രിയങ്ങളും ഇത് പഞ്ചേന്ദ്രിയങ്ങൾ, 5 അറിവുകളാണ് നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആ ഇന്ദ്രിയങ്ങളെ എന്താണ് നമ്മൾ അടക്കാൻ പഠിക്കണം. പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കാൻ അറിഞ്ഞില്ലെങ്കിൽ ജയിച്ചവനാണ് എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു തത്വമാണ്. ഈ വരികളുടെ ആശയം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾക്ക് എന്താണ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഒരുപാട് അറിവുകൾ നേടാൻ പറ്റും. അപ്പൊ ഈ അറിവുകൾ നമ്മളിപ്പോ ലോകം അറിഞ്ഞു, നമ്മൾ ലോകത്ത് യാത്ര ചെയ്തു, എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. അങ്ങനെ എന്താണ്, ആ പൊരുളെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ അവയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? നമ്മൾ വേദന അറിഞ്ഞു, നമ്മൾ സുഖം അറിഞ്ഞു, സന്തോഷം അറിഞ്ഞു, വേർപാട്, വിരഹം എല്ലാം നമ്മൾ അറിഞ്ഞു. അപ്പൊ ഇനി എന്താണ് ഇവയ്ക്ക് പ്രസക്തി ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ ഒരിക്കലും അല്ല. അവിടെ എന്തും കൂടിയുണ്ട്, അവിടെ മുക്തിയുണ്ട്, അവിടെ മോക്ഷമുണ്ട്. നമ്മൾ എന്തില് വിശ്വാസം അർപ്പിക്കുക? നിന്നിൽ എന്ന് പറയുമ്പോ അത് കാണുന്നുണ്ടോ? അസ്പന്ദം. അസ്പന്ദം എന്ന് പറയുമ്പോൾ ചലനമില്ലാത്തതെന്നാണ്. നിന്നിൽ അസ്പന്ദമാകണം. ചലനമില്ലാത്ത എന്തായിരിക്കണം? നമ്മുടെ മനസ്സ് ചലനമില്ലാത്തതുപോലെ ആയിരിക്കണം. ദൃഷ്ടിയാണ്, ഉള്ള മനസ്സാണ് ഒടുങ്ങിയാൽ അവസാനിച്ചാൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ മനസ്സ് നമ്മൾ ആരിൽ അർപ്പിച്ചിരിക്കുന്നു? ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്നു. നമ്മൾക്ക് ഒരുപാട് എന്താണ് പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം അറിഞ്ഞു കഴിഞ്ഞുമ്പോൾ എന്താണ്, അവിടെ പിന്നെ മറ്റൊന്നും ഇല്ല എന്ന് ചിന്തിക്കരുത്. അവിടെ അപ്പോഴും ആരുണ്ട്? ദൈവം എന്ന സത്യം ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഇനി അടുത്ത സ്ലൈഡാണ്, അടുത്ത ശ്ലോകമാണ്, 3ാമത്തെ ശ്ലോകമാണ്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കും തമ്പുരാൻ. അന്നവസ്ത്രാദി, അന്നം എന്തോന്നറിയാലോ? ഭക്ഷണമാണ്. വസ്ത്രം ഡ്രസ്സാണ്. അപ്പോ ഇതെല്ലാം മുട്ടാതെ നീ എന്താണ് ഞങ്ങളെ രക്ഷിക്കുന്നു. ഇതൊന്നും മീൻസ് നമുക്ക് തലയുടെ മുകളിലൊരു കൂരയുണ്ട്, നമ്മൾക്ക് മുന്നിൽ ആഹാരമുണ്ട്, നമുക്ക് ധരിക്കാൻ വസ്ത്രമുണ്ട്. അപ്പോ ഇതെല്ലാം മുട്ടാതെ, ഇതൊന്നും ഒരു പ്രശ്നവും വരുത്താതെ ആരാണ് നമ്മളെ സംരക്ഷിക്കുന്നത്? ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അവനാണ് നമ്മൾക്ക് ആരായിട്ട് വരുന്നത്? തമ്പുരാൻ, ദൈവമാകുന്നത്. നമ്മുടെ ജീവിതത്തിന് എന്താണ് അത്യന്താപേക്ഷിതമാണ്? വായു, ഭക്ഷണം, വസ്ത്രം പോലുള്ള മുതലായുള്ള കാര്യങ്ങൾ എന്താണ്? വസ്ത്രവും ഭക്ഷണമൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോ ആത്മീയത മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്, എന്തും കൂടെയാണ് ലൗകികമായ ഇത്തരം കാര്യങ്ങൾ. ലൗകികം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ, ലൗകികമായത്, അന്നവും വസ്ത്രവും ഇതെല്ലാം എന്താണ്? നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. അപ്പോ കേവലം എന്താണ്? ആത്മീയത മാത്രമല്ല, ലൗകികമായിട്ടുള്ള ജീവിതത്തെയും കൂടി ശ്രീനാരായണ ഗുരു നോക്കി കാണുന്നുണ്ടെന്ന് ഉദാഹരണമായിട്ട് നമ്മൾക്ക് ഈ വരികളെ കാണാൻ സാധിക്കും. പിന്നീട് അപ്പോ അദ്ദേഹം അന്നോ ഭക്ഷണം ചോദിക്കുകയാണോ, വസ്ത്രം ചോദിക്കുകയാണോ? ഒന്നുമല്ല. എന്താണ് ഇത്? എനിക്കുണ്ട്. അപ്പൊ എനിക്കുള്ളതിന് എന്താണ്? ഞാൻ നന്ദി പറയുകയാണ്. അപ്പോ ഈ ഒരു ശ്ലോകം അല്ലെങ്കിൽ ഈ ഒരു കവിത പാടുന്നവർ എന്താണ് ചെയ്യുന്നത്? ഇതൊക്കെ തന്ന് ഞങ്ങളെ ധന്യരാക്കി, ഇതെല്ലാം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചത് എന്താണ്? അതിന് നന്ദി പറയുകയാണ് ഈ ഒരു വരികളിലൂടെ ഗുരു ചെയ്യുന്നത്. അപ്പോ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം വരും: ദൈവത്തെ നാവികൻ, കപ്പിത്താൻ എന്ന് വിളിക്കുന്നതിലൂടെ എന്ത് ആശയമാണ് വ്യക്തമാക്കുന്നത്? മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ അന്നവസ്ത്രാദികൾ നൽകുന്നതിലൂടെ ലൗകികവും ആത്മീയവുമായ ബന്ധം എന്ത്? ഇനി ഉത്തരം എഴുതാലോ. എന്തുകൊണ്ടാണ് ദൈവത്തെ നാവികൻ എന്ന് വിളിക്കുന്നത്? നമ്മുടെ ജീവിതമായ സാഗരത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, ചുഴലിക്കാറ്റും സുനാമി, ഉദാഹരണം പറയാം, പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്.
അപ്പൊ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് നമ്മളെ നയിക്കുന്നത് ആരാണ്? ദൈവമാണ്. ആ ഒരു ജീവിതം മുന്നോട്ട് പോകുന്ന ആ ഒരു കപ്പലിലെ കപ്പിത്താനായിട്ടാണ്, നാവികനായിട്ടാണ് ദൈവം മാറുന്നത്. അപ്പോ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ അന്നവും ഭക്ഷണവും വസ്ത്രവും ഒക്കെ നൽകുന്നത് ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. അതിനൊന്നും ഒരു മുട്ടില്ലാതെ അദ്ദേഹം നമുക്ക് നൽകുന്നില്ലേ? ആ ഒരു ആശയമാണ് അതിൽ കുറച്ചുകൂടെ എന്താണ് ഡെവലപ്പ് ചെയ്ത് എഴുതുക. ഇനി അടുത്ത 4ാമത്തെ ശ്ലോകമാണ്. എത്ര ശ്ലോകം ഉണ്ടെന്നാ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? 10 ശ്ലോകം ഉണ്ടെന്നല്ലേ പറഞ്ഞിരുന്നത്. ഓക്കെ, അടുത്ത വരികൾ നോക്കാം. ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. വീണ്ടും എന്താണ് ഇവിടെ? അവിടെ നേരത്തെ സാഗരം വന്നു, ഇവിടെ ആഴി വന്നു. അപ്പോ സമുദ്രത്തിന് എന്താണ് പല വാക്കുകളും വരുന്നുണ്ട്, ശ്രദ്ധിച്ചോളാം. ആഴി സമുദ്രം, തിര അറിയാലോ, കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും. മായ എന്താണ്? മിഥ്യയാണ്. നീയും എന്നുള്ളിലാകണം. അപ്പോ എങ്ങനെയാണ് ഒരു വെറുതെ ഒരു സമുദ്രം ഉണ്ടാവുന്നില്ലല്ലോ. അവിടെ എന്ത് വേണം? അവിടെ തിര വേണം, കാറ്റ് വേണം, ആഴം വേണം. വെറുതെ ഒരു പുഴയാണെങ്കിൽ, പുഴയെ നമ്മൾ ഒരിക്കലും കടലെന്ന് വിളിക്കില്ല. അത് കടലിന് എന്താണ്? കടലിൻ്റെതായിട്ടുള്ള ആഴമുണ്ട്. അതെന്താണ്? ഭയങ്കര വാസ്റ്റ് ആണ്. എന്താ, ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. അതിന്റെ ഉപ്പുവെള്ളം, അതിന്റെ തിരമാലകൾ എല്ലാം എന്താണ്? കടലിനെ വ്യത്യസ്തമാക്കുന്നു. അങ്ങനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത്. അപ്പോ അതേ കണക്ക് തന്നെയാണ് എന്ത്? ഞങ്ങളുടെ മായ, മിഥ്യയും മഹിമയും എല്ലാം ഉള്ളത് തന്നെയാണ് ജീവിതം എന്നൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരേണമേ ദൈവമേ. അതേ കണക്ക് തന്നെ എന്താണ്? നീയും എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. എങ്ങനെയാണ് ഒരു സാഗരത്തില് ഈ ഒരു കാറ്റും ആഴവും എല്ലാം ഉള്ളത്, തിരയും ഉള്ളത്, അതേ കണക്ക് തന്നെ എന്തും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഈശ്വരന്റെ, നിന്റെ മഹിമയും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്ന് ഗുരു പറയുന്നു. ഒരു ആശയതലവും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സാഗരത്തെ പറഞ്ഞു, അതില് തിരമാലകളുണ്ട്. അതിന് ആഴത്തിലോട്ട് പോകുമ്പോൾ ഒരിക്കലും അവരെന്താണ് തിരയോ കാറ്റോ ഒന്നും അറിയുന്നില്ല. എന്ത് മാത്രമേ ഉള്ളൂ? കാറ്റും തിരയും എല്ലാം അതിന്റെ ഉപരിതലത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും എന്താണ് ഉപരിതലത്തില് തിരമാലകൾ ഉണ്ടെന്ന് പറഞ്ഞ് സമുദ്രത്തിന്റെ അടിയിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതേ കണക്ക് തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എല്ലാം മായയാണ്, മിഥ്യയായ മായയാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പലതിനോട് എന്താണ് മിഥ്യയായിട്ടുള്ള ഒരു ആർത്തി, അത്യാഗ്രഹം നമ്മൾ പുലർത്തുന്നുണ്ട്. ചിലപ്പോൾ സ്വർണത്തിനോടോ പെണ്ണിനോടോ സമ്പത്തിനോടോ ജാതിയോടോ മതത്തിനോടോ ഒക്കെ എന്താണ് നമ്മൾ ഒരുപാട് ഒരു ഇന്റൻസ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് ആ ഒരു മായയിലോട്, ജീവിതം എന്ന മായയിൽ എന്താണ് നമ്മൾ അടിമപ്പെട്ടു പോകുന്നു. അപ്പോ അതെന്താണ് ഈ തിരമാലകൾ എന്ന പോലെ, മായയാണ് എന്ത്? തിരമാലകൾ എന്ന പോലെ കാണുന്നത്. അപ്പൊ അവിടെയുള്ള ആഴമാണ്. ആഴം എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ആഴമാണ് എന്തെന്ന് പറയുന്നത്? നീ എന്ന് പറയുന്നത്. അപ്പൊ നിന്റെ മഹിമ എന്താണ്? ആ ആഴമാണ്. ആഴത്തിൽ എന്താണ്? ഒരിക്കലും ഈ ഒരു കാറ്റോ തിരമാലകളോ ഒന്നുമില്ല. അപ്പൊ മിഥ്യാധാരണകൾ എവിടെയില്ല? നിന്റെ മഹിമയിലില്ല. നീ എന്ന സത്യത്തിൽ എന്തില്ല? ഈ ഒരു ധാരണകളോ മിഥ്യയായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എവിടെ ഇല്ല? നിന്റെ മഹിമയിൽ, നിന്റെ മഹത്വത്തിൽ ഇല്ല എന്ന് ഗുരു പറയുന്നു. അപ്പോ എന്താണ്? ഈശ്വരന്റെ മഹിമയെ ഇവിടെ ഉപമിച്ചിരിക്കുന്നു. അടുത്ത വരികൾ ശ്രദ്ധിക്കുക. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. വരികൾ ഞാൻ വായിക്കുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ വായിക്കാതിരിക്കരുത്. എന്റെ കൂടെ തന്നെ വായിക്കുക, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടായാലും വായിക്കുക കേട്ടോ. ഈ വരികളുടെ ആശയം എന്താണ്? എളുപ്പമാണ്. സൃഷ്ടിക്കുന്നവനും സൃഷ്ടാവും സൃഷ്ടിജാലവും എല്ലാം ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. അപ്പോ എല്ലാത്തിനും കാരണക്കാരൻ, നമുക്കുള്ള ദുഃഖത്തിനും സന്തോഷത്തിനും എല്ലാം കാരണക്കാരൻ ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. അപ്പൊ സൃഷ്ടിയും ദൈവവും എന്താണ്? അഭിന്നമല്ല. എല്ലാം എന്താണ്? ഒന്ന് തന്നെയാണ്. എല്ലാത്തിനും കാരണമാകുന്നതും കാരണക്കാരനാകുന്നതും ആര് തന്നെയാണെന്ന് പറയുന്നു? ദൈവം തന്നെയാണെന്ന് പറയുന്നു. അപ്പൊ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടെങ്കിലും നീ തന്നെയാണ് എന്ന് ദൈവത്തിനെ പറയാണ്. കൂടാതെ എന്താണ്? ദൈവത്തിൽ നിന്ന് വേറിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും തന്നെ ഇല്ല. അപ്പൊ സൃഷ്ടി നടത്തുന്ന വ്യക്തി മാത്രമല്ല എന്താണ്? സൃഷ്ടിക്കുള്ള കാരണഭൂതനും എല്ലാം ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കളും എല്ലാത്തിലും എന്താണ്? ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ വരികൾ ആശയം നമുക്ക് പറയാം. ഓക്കെ, അടുത്ത വരികൾ 6ാമത്തെ ശ്ലോകമാണ്. എത്ര ശ്ലോകം ഉണ്ടെന്നാ പറഞ്ഞത്? നീയല്ലോ മായയും മായാവിയും
മായാ വിനോദനും. നീയല്ലോ മായയെ നീക്കി സായൂജ്യം നൽകുമാര്യയും. നൽകുമാര്യനും. അപ്പോ മായാ വിനോദൻ എന്ന് പറയുന്നത് ആരാണ്? മായ കൊണ്ട് കളിക്കുന്നവൻ. സായുജ്യം മോക്ഷമാണ്. ആര്യൻ ആരാണ്? ശ്രേഷ്ഠൻ. ആര്യൻ ശ്രേഷ്ഠൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം വരുന്നത്. ഈ വരികളുടെ ആശയം വരികളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ദൈവം തന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ മായ സൃഷ്ടിക്കുന്നത്, നമ്മൾക്ക് എല്ലാത്തിനോടും എന്താണ് ഒരു അഭിനിവേശം സൃഷ്ടിക്കുന്നത്. അപ്പൊ ഇത് കണ്ട് എന്താണ് മായാ വിനോദൻ, മായ കൊണ്ട് നമ്മളെ ഇത് ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നതും ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. അപ്പൊ ഈ പ്രപഞ്ചം ഒരിക്കലും എന്താണ് യാഥാർത്ഥ്യമല്ല, അത് മായാണ്, മിഥ്യയാണ്. അപ്പൊ ഈ അഭിനിവേശങ്ങളെല്ലാം അടങ്ങുന്ന ലോകം എന്താണ്? മിഥ്യയാണ്. അപ്പൊ ഈ ഒരു മായയിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് നമ്മളെ മുക്തിയിലേക്ക് നയിക്കുന്ന ഗുരുവാണ് ആരെന്ന് പറയുന്നത്? ദൈവം. അപ്പൊ ഈ ഒരു ലോകമാകുന്ന പ്രപഞ്ചമാകുന്ന മായയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഗുരുവാണ്, നമ്മുടെ വഴികാട്ടിയാണ്, നമ്മുടെ കപ്പിത്താനാണ് ആരെന്ന് പറയുന്നത്? കപ്പിത്താനാണ് ആരെന്ന് പറയുന്നത്? ദൈവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം മുക്തിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് നേടണം? ഈ മായയിൽ നിന്ന് മുക്തി നേടണം. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ എന്താകുന്നത്? യഥാർത്ഥ മനുഷ്യനാകുന്നത്. അതായത് ഈ ഒരു മായയിൽ നിന്ന് മുക്തി നേടുമ്പോൾ നമ്മൾ എന്താണ്? സായുജ്യം അടയുന്നു, മോക്ഷത്തിലേക്ക് എത്തുന്നു. അപ്പൊ അത് നൽകുന്ന ശ്രേഷ്ഠനും ആര്യനും ആര് തന്നെയാകുന്നു? ദൈവം തന്നെ ആകുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോവാം. 7ാമത്തെ വരികളാണ്. 7ാമത്തെ ശ്ലോകത്തിലെ വരികളാണ്. ഓക്കെ. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയും മോർക്കിൽ നീ. അപ്പോ സത്യം ജ്ഞാനമാനന്ദം കാലാതീതനായ ഈശ്വരനെയാണ് അവിടെ പറയുന്നത്. എന്താണ്? ഇൻഫിനിറ്റി ആണ്. ആ ഒരു സിമ്പൽ കൊടുത്തേക്കുന്നത് ഇൻഫിനിറ്റി ആണ്. നീ തന്നെ എന്താണ്? സത്യവും ജ്ഞാനവും ആനന്ദവും എല്ലാം ദൈവം തന്നെയാകുന്നു. നീ തന്നെയാണ് എന്ത്? സത്യവും ജ്ഞാനവും ആനന്ദവും എന്ന് പറയുന്നത്. അറിവ് നേടുമ്പോഴെന്താണ്? നമ്മൾക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പോ സത്യം ജ്ഞാനം ആനന്ദം എന്നൊക്കെ പറയുമ്പോൾ ബ്രഹ്മസ്വരൂപങ്ങളാണ്. അപ്പൊ അതിലെല്ലാം നമ്മൾ എന്താണ്? ദൈവത്തിനോട് ബന്ധിച്ചിരിക്കുന്നു, സത്യം ജ്ഞാനം ആനന്ദം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കണക്ക് തന്നെ എന്താണ്? മനുഷ്യ ജീവിതത്തിന് ഭൂതം ഭാവി വർത്തമാനം എന്ന് പറഞ്ഞിട്ട് 3 കാലങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? നീ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം എന്താണ്? വേറെ വ്യത്യാസമുള്ളതല്ല. അതായത് വേറല്ലോതും എല്ലാം എന്താണ്? മിഥ്യമായ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? നമ്മൾ തിരിച്ചറിയുന്നിടത്താണ്. അപ്പോ നിന്നിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് വേറൊന്നും എന്താണ് മാറ്റമുള്ളതല്ല നമ്മുടെ ഭൂതമോ ഭാവിയോ വർത്തമാനോ എന്നുള്ള ഒരു തിരിച്ചറിവ്. എല്ലാം എന്താണ്? സത്യവും ജ്ഞാനവും ആനന്ദവും ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം എന്താണ്? നീ തന്നെയാണ്. അപ്പോ നമ്മൾ ഓതുന്ന മൊഴികളും വേദവാക്യങ്ങളും എല്ലാം എന്താണ്? എല്ലാം ദൈവത്തിൽ അധിഷ്ഠിതമാണ്. അപ്പൊ അതെന്താണ്? തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ മോക്ഷത്തിലോട്ടുള്ള മാർഗമാണ്. ഭൂമി കറങ്ങുമ്പോഴെന്താണ്? നമുക്ക് രാത്രിയും പകലും ഒക്കെ ഉണ്ടാകും അല്ലെ? അപ്പോ ഈ രാത്രിയും പകലും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങൾ കഴിയുന്നു, ഇന്ന് വർത്തമാനം നടക്കുന്നു, ഭാവി ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതെല്ലാം എന്താണ്? ഇല്ലാത്തതാണ്, എല്ലാം മായയാണ് എന്നൊരു സങ്കല്പമാണ് ഈ വരികളിൽ ഉള്ളത്. 7ാമത്തെ ശ്ലോകമായിരുന്നു. ഇനി നമുക്ക് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. മായ തിരകൾ, ഉപരിതലത്തിലെ മിഥ്യായ മാറ്റങ്ങൾ, ജീവിതത്തിലെ മിഥ്യായ മാറ്റങ്ങളെയാണ് മായ അഥവാ തിരകളോട് ഉപമിച്ചിരിക്കുന്നത്. സത്യം ആഴമാണ്. മാറ്റമില്ലാതെ നിലകൊള്ളുന്ന ഈശ്വര തത്വം എന്താണ്? അദ്ദേഹത്തിന്റെ മഹിമയാണ്. കാലം, ഭൂതം ഭാവി വർത്തമാനം എല്ലാം കാലാതീതനായ ദൈവത്തിൽ എന്താണ്? ഒന്നാകുന്നു. ഇതെന്താണ്? ഒന്നും വ്യത്യാസപ്പെട്ടതല്ല. എല്ലാം എന്ത് തന്നെയാകുന്നു? ദൈവം തന്നെയാകുന്നു. ഓക്കെ. ഇനി 8ാമത്തെ ശ്ലോകം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക. അകവും പുറവും മനുഷ്യന്റെ ഉള്ളിലും പുറത്തുമാണ്. തിങ്ങുക, നിറഞ്ഞു നിൽക്കുക എന്നതാണ് മഹിമാവാർന്ന, മഹിമയാർന്ന. നിൻപദം, നിന്റെ പാദങ്ങൾ അല്ലെങ്കിൽ നിന്റെ വാക്കുകൾ എന്ന അർത്ഥം വരും. അപ്പോ ഈ വരികൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? പ്രാർത്ഥിക്കുന്നത് ആരാണ്? മനുഷ്യനാണ്. ദേഹത്തോട് കൂടിയവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ദേഹത്തിനുള്ളിൽ നടക്കുന്ന എന്ത് കാര്യങ്ങൾക്കും, നമ്മുടെ ശരീരത്തിന് പുറത്ത് എന്ന് വെച്ചാൽ ലിറ്ററലി എല്ലാ സംഭവങ്ങളും നടക്കുന്നതിനും കാരണം ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. അപ്പോ ഈ ഒരു കാര്യങ്ങളെല്ലാം ആരിൽ തന്നെയാണ്? എല്ലാത്തിനും കാരണക്കാരനും നീ തന്നെയാണ് കാരണം എന്ന് പറയും. നമ്മുടെ ഉള്ളിൽ നടക്കുന്നതിനും പുറത്ത് നടക്കുന്നതിനും എല്ലാം എന്ത് മാത്രമാണ് കാരണം? നീ തന്നെയാണ് കാരണം. അപ്പൊ എന്താ?
ഈ ഒരു ഈശ്വരാധീനമായ ധർമ്മം ആരിൽ നിലനിൽക്കണം? നമ്മൾ മനുഷ്യനിൽ നിലനിൽക്കണം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ വിജയം കാണണമെങ്കിൽ ആര് വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ? ദൈവം വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു ബോധം ഉണ്ടാകണം. എന്ത് ബോധം ഉണ്ടായിരിക്കണം? ഈശ്വരന്റെ ധർമ്മം നിലനിൽക്കട്ടെ, ഭഗവാൻ ജയിക്കട്ടെ എന്നൊരു ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണമെന്ന് ഈ ഒരു ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു. അടുത്ത ശ്ലോകം നോക്കിക്കേ. ജയിക്കുക മഹാദേവ, ദീനാവന പാരായണ, ജയിക്കുക ചിദാനന്ദ, ദയാസിന്ധു, ജയിക്കുക. മഹാദേവൻ എന്ന് പറയുമ്പോൾ ശിവനെയാണ്. ശിവന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതെന്താണ്? അദ്ദേഹം ദ്രാവിഡ ദൈവമാണ്. ഇവിടെ ആര്യന്മാരുടെ ദൈവങ്ങൾ വരുന്നതിന് മുൻപേ നമ്മൾ ആദ്യ ദ്രാവിഡന്മാരുണ്ടല്ലോ, ഇപ്പോഴത്തെ തമിഴന്മാരെന്ന് പറയുന്ന രീതിയിലുള്ള ദ്രാവിഡന്മാര്. അപ്പോ ദ്രാവിഡ ദൈവമായ ശിവൻ എന്താണ്? ശിവൻ എന്ന് പറയുമ്പോൾ എല്ലാവരെയും രക്ഷിക്കുന്ന ഒരാളാണ്. ശിവന്റെ മുന്നിൽ എന്താണ്? ഉന്നതനെന്നോ കുലീനനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസമല്ല. അവന്റെ മുന്നിൽ ചെല്ലുന്നവനെല്ലാം എന്താണ്? അവൻ സംരക്ഷിക്കും. അപ്പോ അത്രയും കരുണാനിധിയായ ദൈവമാണ് ശിവൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ദയയും ആനന്ദവും കാരുണ്യമുള്ള ദൈവമേ, അപ്പോ മനുഷ്യൻ ജീവജാലങ്ങളോട് വെച്ചു പുലർത്തേണ്ട എന്താണ്? ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? മാനുഷിക മൂല്യങ്ങളുണ്ട്. അപ്പോ ഈ മാനുഷിക മൂല്യങ്ങൾ മനുഷ്യന്മാരെന്താണ്? പരസ്പരം വെച്ചു പുലർത്തണം. ഇതേ കണക്ക് മഹാദേവനെ പോലെ, മഹാദേവന്റെ മുന്നിൽ എല്ലാവരും ഒരേ കണക്കാണ്. അവൻ എന്താണ്? ജാതിയോ മതമോ പണമോ ഒന്നും എന്താണ് അവന്റെ മുന്നിൽ ഒന്നുമല്ല, ദൈവത്തിന് മുന്നിൽ ഒന്നുമല്ല. അപ്പൊ മാനുഷിക മൂല്യങ്ങൾ, അപ്പോ അത് മനുഷ്യൻ എന്താണ്? എല്ലാ മനുഷ്യന്മാരോട് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളോടും ഒരേ കണക്ക് തന്നെ കാണിക്കണം. അവൻ എന്താണ്? രക്ഷിക്കുന്നത് താല്പര്യമുള്ളവനാണ്. ദീനാവന പരായണൻ, ചിദാനന്ദൻ ആനന്ദിപ്പിക്കുന്നത്, ദയാസിന്ധു, ദയാസമുദ്രം, കരുണയുള്ളവൻ. ദയയുടെ സമുദ്രമാണ് ആര്? ദൈവമെന്ന് പറയുന്നത്. അപ്പൊ പരമാത്മാവിനെ ദയയുടെ സമുദ്രം ആയിട്ട് ഇവിടെ ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയുന്നത്. നമുക്ക് സാഗരത്തിന്റെ ആഴിയുടെ ആഴമോ പരപ്പോ ഒന്നും നമുക്ക് എന്താണ് ഒരിക്കലും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്തതാണ്. അപ്പൊ ഈ ലോകത്തിന്റെ സ്ഥിതി മുഴുവൻ എന്താണ്? ഈശ്വരന്റെ കാരുണ്യത്തിലും ശക്തിയിലും ആനന്ദത്തിലും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോ നീ എന്താണ്? ജയിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു വസ്തുത എന്താണ്? ഈ ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്നു എന്ന ഒരു ആശയമാണ് വരുന്നത്. അപ്പോ ദയയുടെ സമുദ്രം, ദയാസിന്ധു, മനുഷ്യന്മാരെ എല്ലാവരും ആനന്ദിപ്പിക്കുന്നവൻ, സാധാരണക്കാരെയും എല്ലാവരെയും രക്ഷിക്കുന്ന താല്പര്യമുള്ളവനുമായ മഹാദേവൻ എന്താണ്? ജയിക്കുക എന്ന് പറയുന്നു. ഇനി അവസാനത്തെ ശ്ലോകമാണ്, 10ാമത്തെ ശ്ലോകമാണ്. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം സുഖം. ആഴമേറും ആഴമുള്ള മഹസ് ജ്യോതിസാണ്. ആഴണം മുങ്ങണം, വാഴണം എന്ന് പറയുമ്പോൾ ജീവിക്കണം എന്നൊരു ആശയമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. നിന്റെ ജ്യോതിസാകുന്ന ആഴമുള്ള ഒരു സമുദ്രത്തില്, അതായത് ദൈവത്തിനെ തന്നെയാണ് എന്ത് സാഗരം, മഹസ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു സമുദ്രത്തിൽ എന്താണ്? ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കണം. അപ്പോ ആഴമേറും നിൻ മഹസാമഴയിൽ, നിന്റെ ജ്യോതിസാകുന്ന ആഴിയില്, സമുദ്രത്തിൽ എന്താണ്? ഞങ്ങൾ എല്ലാ കാലവും സുഖമായിട്ട് വാഴണം. അപ്പോ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് സുഖവും ദുഃഖവും എല്ലാം വരും. പക്ഷെ അതെന്താണ്? നമ്മള് സുഖകരമായിട്ട്, ദുഃഖമാണെങ്കിൽ പോലും എന്താണ് മോഹൻലാൽ പറയുന്നത്, ദുഃഖമാണെങ്കിലും എന്താണ് അതിലൊരു സുഖം ഉണ്ടെന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ എന്താ അതിനെയും അതിജീവിക്കാൻ ആരുണ്ടാവണം? ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോ നമ്മൾക്ക് മോക്ഷം ലഭിക്കുക എന്ന ഒരു മനുഷ്യന്റെ സുഖ സ്വരൂപത, ആ ഒരു അനുഗ്രഹം ആരിൽ നിന്ന് നമുക്ക് ലഭിക്കണം? ദൈവത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കണം. അപ്പോ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഹലോകത്തിൽ നമുക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അപ്പോ അങ്ങനെ ഞങ്ങളാകവേ നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ. അപ്പൊ എന്താണ് ആഴിയിൽ ഞങ്ങളാകവേ? എന്താണ്? ഞങ്ങൾ എല്ലാവരും എന്താണ്? അങ്ങയുടെ കാരുണ്യത്തിലാണ് ജീവിക്കുന്നത്. നിത്യം സുഖം എന്നീ വാക്കുകൾ എന്താണ്? മോക്ഷവുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ച് പറഞ്ഞാൽ മതി. നമ്മൾക്ക് എന്താണ്? മോക്ഷത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോ മൊത്തത്തിൽ എന്താണ്? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സാഗരം പോലെയാണ്. ചുഴലിയുണ്ട്, സുനാമിയുണ്ട്, പലതരം പ്രശ്നങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്.
അപ്പൊ ഇതെല്ലാം തരണം ചെയ്ത് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ ആര് വേണം? ദൈവം വേണമെന്ന് പറയുന്നു. അപ്പോ മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടത് ആരാണ്? ദൈവമാണ്. സാധാരണക്കാരെ, പാവങ്ങളെ, ദീനന്മാരെ രക്ഷിക്കുന്നത് ആരാണ്? ദൈവം ആണ്. അത് ദയ എന്ന ഒരു കമ്പാഷൻ അല്ലെ എംപതി എന്നൊരു പോയിന്റ് ഉണ്ട്. ആനന്ദം, മറ്റുള്ളവരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതാണ് സുഖം എന്ന് പറയുന്നു. സത്യം, മാറ്റമില്ലാതെ നിലകൊള്ളുന്ന സത്യം ആര് മാത്രമാണ്? പരമാർത്ഥമാകുന്നത് ദൈവം മാത്രമാണ്. അറിവ്, ജ്ഞാനം, ഈ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന പോയിന്റ് ഉണ്ടല്ലോ. അപ്പൊ അറിവും ജ്ഞാനവും ആനന്ദം എല്ലാം ആര് തന്നെയാണ്? ദൈവം തന്നെയാകുന്നു. ഇനി ഇതിന്റെ ഒരു പോയറ്റിക് ഓവർവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. നമ്മളിപ്പോ പറഞ്ഞു തന്ന ആശയങ്ങളൊക്കെ എന്താണ്, ഒരു ജസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. ഇതിൽ നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു മതത്തെ അടിസ്ഥാനമാക്കിയല്ലേ. ഇപ്പോ ശിവൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഹൈന്ദവ ദൈവമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഒരു ദ്രാവിഡ ദൈവമാണ്. ദ്രാവിഡം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ദ്രാവിഡ കുലമാണ്. ഇപ്പോ തമിഴ്നാട്, കേരളം, ആന്ധ്ര, കർണാടക 4 സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട ഒരു ഭാഷാ ഗോത്രത്തിനെയാണ് ദ്രാവിഡ ഗോത്രം എന്ന് പറയുന്നത്. അവിടെ ഒരു മതമില്ല, അവിടെ ഒരു ജീവിത രീതി, ഒരു സംസ്കാരം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും ശിവനെ നിങ്ങൾ എന്തായിട്ട് കാണരുത്? ഒരു ഹൈന്ദവ ദൈവമായിട്ട് കാണരുത്. അദ്ദേഹം ഒരു ദ്രാവിഡ ദൈവമായിരുന്നു. ദ്രാവിഡം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷാ ഗോത്രം ഉണ്ടല്ലോ, ഭാഷാ ഗോത്രത്തെയാണ് ദ്രാവിഡം എന്ന് പറയുന്നത്. ആ ദ്രാവിഡ ദൈവമായിട്ടാണ് മഹാദേവനെ കാണുന്നത്. അപ്പൊ ഒരിക്കലും എന്താണ്, ഇതൊരു മതപരമായിട്ടുള്ള ഒരു കവിതയായിട്ട്, കാവ്യമായിട്ട് നമുക്ക് ദൈവദശകത്തെ കാണാൻ കഴിയില്ല. അപ്പോ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമോ ആ ദൈവത്തെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് വായിച്ചു നോക്കൂ ഈ കവിത. അപ്പോ എന്താണ്, നമ്മളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ച് അന്നവും വസ്ത്രവും എല്ലാം നമ്മൾക്ക് തന്നിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തമ്പുരാൻ ആരാണ്? നമ്മുടെ നാവികൻ ആരാണ്? ദൈവമാണ്. അപ്പോ ഈ ഒരു ദൈവത്തിന്റെ പൊരുൾ എന്താണ്, ദൈവം എന്താണെന്ന് വ്യക്തമാക്കാനുള്ള ശ്രമങ്ങളായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു കാവ്യത്തെ കാണാൻ സാധിക്കും, ശ്ലോകങ്ങളെ കാണാൻ സാധിക്കും. ദൈവം എന്ന് പറയുന്നത് എന്താണ്? മായയും മിഥ്യയും നമ്മുടെ എല്ലാം എന്താണ്? സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും എല്ലാം ദൈവം തന്നെയാണ്. അപ്പൊ മതാതീതമായ ഒരു സങ്കല്പമാണ് ഈ ഒരു കവിതയിലുടനീളം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു മാനവികത, ഹ്യൂമാനിറ്റി, മനുഷ്യൻ എന്ന ചിന്ത, ആ ഒരു ആശയം എല്ലാം കൂടെ വെച്ചിട്ട് വേണം ഇതിന് നിങ്ങൾ ഉത്തരം എഴുതാനായിട്ട്. മീൻസ് ഈ ഒരു ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം എഴുതാനായിട്ട്. അപ്പോ ഇതൊക്കെയാണ് പോയിന്റുകളായിട്ട് വരുന്നത്. പോയിന്റുകൾ വായിക്കുക. ദൈവത്തിന് മാനുഷിക മൂല്യങ്ങൾ കൽപ്പിക്കുന്നു. മതാതീതമായ ദൈവസങ്കല്പം. ദാർശനിക ചിന്തകളെ സൗന്ദര്യാത്മകമായി ആവിഷ്കരിക്കുന്നു എന്നതാണ് ഗുരുദേവന്റെ കാവ്യലോകത്തിന്റെ പ്രധാന സവിശേഷത. നവോത്ഥാന ആശയങ്ങളുടെ പ്രതിഫലനമാണ് ഗുരുദേവ കൃതികളിൽ കാണുന്നത്. മനുഷ്യന് ജീവിതസാഗരം തരണം ചെയ്യാനുള്ള മാർഗം ദൈവമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. മാനുഷിക മൂല്യങ്ങളുടെ വിളനിലമായി ദൈവത്തെ കാണുന്നു. ഓക്കെ, കുറച്ച് ചോദ്യങ്ങളാണ്. ഇതിന് ഉത്തരം ഒന്ന് പറയാൻ, ചോദ്യം വായിക്കുമ്പോൾ ഉത്തരം ഒന്ന് പറയാൻ ശ്രദ്ധിക്കുക. ഞാൻ പെട്ടെന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് ഉത്തരം ആലോചിച്ച് നോക്കുക. ദൈവത്തെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഉത്തരം പറയുന്നില്ല, ചോദ്യം വായിച്ചു പോവാ നിങ്ങൾ. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ചോദ്യം നോക്കിയിട്ട് ഒന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കും കേട്ടോ. ജീവിതസാഗരം കടക്കാനുള്ള ആവിക്കപ്പലായി കാണുന്നത് എന്തിനെയാണ്? അറിയാലോ. സംസാര സാഗരം കടക്കാനുള്ള ആവിക്കപ്പലിന്റെ നാവികനാരാണ്? കുറേ നേരം പറഞ്ഞുകൊണ്ടിരുന്നതാ. മനുഷ്യന്റെ മനസ്സ് ആരിലാണ് ഉറച്ചു നിൽക്കേണ്ടത്? അന്നവസ്ത്രാദികൾ മുടക്കം വരാതെ നൽകുന്നത് ആരാണ്? അപ്പോ 5 ചോദ്യം, ഇനി 2 ചോദ്യങ്ങൾ ഇനിയുണ്ട്. നിങ്ങൾ ഉത്തരം എഴുതുമ്പോഴേ അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. 1 വേർഡ് ചിലപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ? ഇനി ചരാചരങ്ങൾ, ദൈവം, മായ, ദൈവമഹിമ എന്നിവ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ആർക്കാണ്? ദൈവത്തെ എന്തൊക്കെയായി കരുതുന്നു? സംസാരിക്കുന്ന വാക്കിനെ എന്തായി കരുതുന്നു? ഗുരുവിന്റെ പ്രശസ്തമായ തമിഴ് കൃതി എന്തൊക്കെയാണ്? അപ്പോ 9 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ഉണ്ടോ? ജീവിതസാഗരം തരണം ചെയ്യാനുള്ള ആവിക്കപ്പലിന്റെ നാവികനാണ്. ദൈവത്തിന്റെ പാദങ്ങളെയാണ് എന്തായിട്ട് കരുതുന്നത്? ചോദ്യം ഓർമ്മയുണ്ടോ? ദൈവത്തിന്റെ പാദങ്ങളെ ജീവിതസാഗരം കടക്കാനുള്ള ആവിക്കപ്പലായിട്ട് കാണുന്നു. നമ്മുടെ നാവികൻ ദൈവമാകുന്നു. 4ാമത്തെ ചോദ്യം, മനുഷ്യന്റെ മനസ്സ് ആരിൽ ഉറച്ചു നിൽക്കണം? ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. അന്നവസ്ത്രാദികൾ മുടക്കം വരുത്താതെ ആര് തരുന്നു? ദൈവം തരുന്നു. ഇനി ചരാചരങ്ങൾ, ദൈവമായ, ദൈവമഹിമ എന്നിവയിൽ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് തിരിച്ചറിവ് ആർക്കുണ്ടാകണം? മനുഷ്യനുണ്ടാകണം.
ദൈവത്തെ എന്തായി കാണുന്നു? നീ സത്യം ജ്ഞാനമാനന്ദമായി കാണുന്നു. പിന്നീട് സംസാരിക്കുന്ന വാക്കിനെ എന്തായി കരുതുന്നു? നമ്മൾ സംസാരിക്കുന്നതാണ് ദൈവം. അതായത് കള്ളം പറയരുത്. കള്ളം പറഞ്ഞാൽ എന്താണ്? ദൈവം ഒരിക്കലും കള്ളമല്ല, സത്യമാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കള്ളം പറയാൻ പാടില്ല. ഗുരുവിന്റെ പ്രശസ്തമായ തമിഴ് കൃതി എന്ന് പറയുന്നത് തേവാര പതികങ്ങൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് അസൈൻമെന്റ് വർക്ക് ഉണ്ട്. ദൈവദശകം എന്ന കൃതിയുടെ സമകാലിക പ്രസക്തി ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ചെയ്യാം. കേരളീയ നവോത്ഥാനവും അതിന്റെ പ്രത്യേകതകളും വിവരിച്ചുകൊണ്ട്, അതായത് ആ ഒരു കാലഘട്ടത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു, നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ, മറ്റ് സാമൂഹിക നവോത്ഥാന നായകന്മാർ ആരൊക്കെയായിരുന്നു എന്നൊക്കെ വെച്ചിട്ട് പോയിന്റുകളൊക്കെ വെച്ചിട്ട് കേരളീയ നവോത്ഥാനവും അതിന്റെ പ്രത്യേകതകളും പറഞ്ഞുകൊണ്ട് ഒരു അസൈൻമെന്റ് ചെയ്യാം. നവോത്ഥാന ആശയങ്ങളുടെ പ്രതിഫലനമാണ് ഗുരുദേവ കൃതികളിൽ കാണുന്നത്. ഇത് വിശകലനം ചെയ്തുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് അസൈൻമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്കിൽ അറിയിക്കുക. കാവ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.